Okay. Yes. Prayer. Prayer. ആരാണ്? മാം ഞാനാണ്. വേഗം സമയം പോകും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാര കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Okay. പരീക്ഷണ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതയാൽ രക്തം ചിന്തി നീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ഔഷധിയായി നാദാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ മഞ്ഞ ജീവിയിൽ വനചരണിൽ ജീവബിന്ദുവിന്നമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരനിധിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മാം. Yes. നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? ഇതിന് മുൻപായിട്ട് ഞാൻ പറയട്ടെ. എനിക്ക് 15 സ്റ്റുഡൻസിനെ മോണ്ടിസോറി ടീച്ചിങ് സ്റ്റുഡൻസിനെ ഞാൻ ആദ്യമായിട്ട് ഓണാഘോഷം സ്മാർട്ട് സ്റ്റുഡന്റ് ഓണാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമുക്ക് തകർക്കാം. Thank you, Miss. Okay, Thank you, ma'am. Thank you, Miss. Thank you. Welcome speech ആണ് ma'am. Welcome speech. Okay. Good afternoon, everyone. On behalf of batch June 15, 2025, I extend a warm and heartfelt welcome to all gathered to celebrate the joyous festival of Onam. Onam is not just a festival. It is a celebration of unity, togetherness, and our rich cultural heritage. It reminds us of golden reign of King Mahabali, when peace, prosperity, and happiness filled the land. Today, as we come together with colorful pookalams, traditional music, dance, and the spirit of sharing, we carry forward this beautiful tradition that unites hearts beyond differences. Once again, I warmly welcome you all to this wonderful celebration. May this Onam bring joy, prosperity, and peace to each one of us. Happy Onam. Thank you, ma'am. Okay, happy Onam. Happy Onam. Next program എന്താണ്?
നെക്സ്റ്റ് രംഗപൂജയാണ്. ആ ഓക്കെ. പാട്ട് ഏതാ പറഞ്ഞിരിക്കുന്നത്? പാട്ട് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ജയശ്രീ ചേച്ചി സോങ് ഒന്ന് പറഞ്ഞേ. പൂവേ പൊലി പൂവേ മിസ്. രംഗപൂജ സ്റ്റാർട്ടിങ് ഗോപിയ ചേച്ചി. രംഗപൂജ ചേച്ചി രംഗപൂജ. രംഗപൂജ പാട്ട് അയ്യോ ഭാരതഭൂവിൻ മിസ്. ഭാരതഭൂവിൻ. ഏതാണ് പാട്ട് പറയൂ? ഭാരതഭൂവിൻ എന്ന് പറഞ്ഞൊരു പാട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്, നിതീഷിന് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയോ മിസ്? രംഗപൂജ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. രംഗപൂജ. പ്ലേ ആവുന്നില്ലല്ലോ. പ്ലേ ആവുന്നില്ലേ? ഒരു മിനിറ്റ്. മിസ്സിന്റെ നമ്പറിലേക്ക് അയക്കണോ? ഈ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ്? ഭാരതഭൂവിൻ പാദധാരയിൽ. ഫസ്റ്റ് ഒരു മ്യൂസിക് ആണ് മിസ്. പ്ലേ ആവുന്നില്ലല്ലോ. കിട്ടണില്ല മിസ്. നിതീഷിനെ വിളിക്കണോ മിസ്? ഇല്ല വിളിക്കണ്ട. ഒന്നുകൂടി പറയാട്ടോ മിസ്, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഫസ്റ്റത്തെ ലിസ്റ്റില് രംഗപൂജ എന്നും പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഡാൻസ് എന്നായിട്ടേക്കണം മിസ്. ഫ്യൂഷൻ ഗ്രൂപ്പ് ഡാൻസ് അല്ല, രംഗപൂജ എന്ന് പറഞ്ഞിട്ടേക്കണേ. വെയിറ്റ് ചെയ്യണേ. ഓക്കെ മിസ്. അല്ലെങ്കിൽ അനുമോളെ വേറെ ഇതിലെങ്കിലും നോക്കണോ? അനുമോളുടെ നോക്കണോ? നോക്കട്ടെ ഒന്ന് വെച്ച് നോക്കിയടാ, പാട്ടൊന്ന് വെച്ച് നോക്കിയടാ. നോക്കട്ടെ, ഒരു മിനിറ്റ്. ബ്രേക്ക് വരുത്തണ്ടല്ലോ. രംഗപൂജ എന്ന് പറഞ്ഞൊരു പാട്ട് വന്നിട്ടില്ലല്ലോ. ഉണ്ട് മിസ്. രംഗപൂജ എന്ന് പറഞ്ഞിട്ടേക്കണേ. ഒന്നും കൂടി ഞാൻ സെൻഡ് ചെയ്യാം തന്നെ നിതീഷിന്റെ. ഒന്നും കൂടി സെൻഡ് ചെയ്യുവാണ് നിതീഷ്. അതെ, നമ്മുടെ ഓഡിയോ എന്ന് പറഞ്ഞാ കിടക്കുന്നത്. ഒന്നും കൂടി നോക്കിയ മിസ്. ലാസ്റ്റ് ഇപ്പൊ ഒന്നും കൂടി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, നിതീഷിന്റെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മിസ് യൂട്യൂബിൽ നിന്ന് പാട്ട് പറയട്ടെ. യൂട്യൂബിൽ നിന്ന് ഭാരതഭൂവിൻ ആശാശരത്തിന്റെ ഒരു പാട്ടാണ്. ഭാരതഭൂവിൻ അടിക്കുമ്പോ തന്നെ ഒരു ആശാശരത്തിന്റെ ഫോട്ടോ ഉള്ള ഒരു പാട്ട് വരും. അപ്പൊ ഞങ്ങള് നിർത്തുന്ന സ്ഥലത്ത് ഞങ്ങള് നിർത്താം മിസ്. ഹാഫ് ഉള്ളൂ. കിട്ടിയോ മിസ്? ഭാരതഭൂവിൻ. നിങ്ങൾ ആദ്യം തിരുവാതിര എന്ന് പറഞ്ഞിട്ട് മാറ്റിയോ? തിരുവാതിര വേണമെങ്കിൽ തിരുവാതിര ചെയ്യാം മിസ്. രംഗപൂജ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണേ, അതുകൊണ്ടാണ്. ഭാരതഭൂവിൻ കിട്ടിയോ മിസ്? കേൾക്കാമോ? യെസ് മിസ്, അത് തന്നെ മിസ്. Ready? Okay, miss. എടാ, എല്ലാവരും ഫേസ് ഒന്ന് കാണുന്ന രീതിയിൽ നിക്കണേ. നമുക്ക് ഫേസ് കാണുന്നില്ല ഡാൻസ് ചെയ്യുമ്പോഴേ. ഓക്കെ.
നിസ സോങ് ഓക്കെയാണോ? എടാ ഞാൻ നിതീഷ് ചേട്ടനോട് സംസാരിച്ചു, അവിടെ ടെക്നിക്കലിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോങ്സ് എല്ലാം. ആണോ? അതെ, ഞാൻ രാവിലെ പോയി ചോദിച്ചായിരുന്നു. അപ്പൊ അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെയോ? ഓക്കെ. എടാ പിന്നെ ഡാൻസ് കളിക്കുന്നവരെ എല്ലാം ഒന്ന് പിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ? ഓ പാട്ട് പ്ലേ ആണല്ലോ. ഇല്ല മിസ്, കേൾക്കുന്നില്ല മിസ്. എന്നൊരു കാര്യം ചെയ്യാം മിസ്. അനുമോളെ, അനു പാട്ട് വെക്കാവോ? വെച്ചോ. അതെ, ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആരെയും. ആരെയും കാണുന്നില്ല. എല്ലാരും ക്യാമറ ഓൺ ആക്കിയോ? അത് തന്നെ മിസ് പാട്ട്. പ്ലേ ചെയ്യണം കേട്ടോ. ഒന്നും കാണുന്നില്ല. ഭാരതഭൂവിൻ പാദതാരിലൊരു പൊൻചിലങ്കയാം കേരളമേ, ഭാർഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി നീ. ഭാരതഭൂവിൻ പാദതാരിലൊരു പൊൻചിലങ്കയാം കേരളമേ, ഭാർഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി നീ. മാരുതമർമരതാളവും മിഴിവേകിയ മരതകതീരവും തിരപാടിയ സാഗരഗീതിയിൽ മുഴുകുന്നു. കോകില കൂജനലാളിതം പുലകാലം കനകവിരാജിതം. ഭാരതഭൂവിൻ പാദതാരിലൊരു പൊൻചിലങ്കയാം കേരളമേ, ഭാർഗവചരിതം മാടിടുന്നു കളനൂപുരനാദമുണർത്തി നീ. Thank you miss. Thank you. Finish. Miss finished. കൽപവൃക്ഷനിരസഞ്ചിതം നൽകതിരിടുന്ന കളശിഞ്ചിതം, കുളിരണിഞ്ഞ നീർച്ചോലയും കിളിപാറി വന്ന പൂവനികയും. നെക്സ്റ്റ് എന്താണ്? അടുത്തത് ഒരു സ്പീച്ച്. വെൽക്കം. അടുത്ത പ്രോഗ്രാം എന്താണ്? ഞാൻ പ്രസംഗമാണ്, സ്പീച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ചാണ്. ഓണം കേരളീയരുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. മതം, ജാതി, മതിലുകൾ എല്ലാം മറന്ന് ഒരുമിച്ച് ആചരിക്കുന്ന നമ്മുടെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഓണം. മഹാബലി രാജാവിന്റെ ഭരണകാലത്തെ
സമൃദ്ധിയും സമത്വവും ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഓണപ്പുലരികൾ. ഓണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പൂക്കളമാണ്. വീടുകളിലെ മുന്നിൽ അലങ്കരിച്ചു വെക്കുന്ന പൂക്കളം പ്രകൃതിയോടുള്ള സ്നേഹത്തെയും സൗഹൃദത്തെയും സൗന്ദര്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓണസദ്യയാണ് മറ്റൊരു മുഖ്യ ആകർഷണം. 16ഓളം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ മലയാളികളുടെ അതിഥി സൽക്കാരത്തിന്റെ തെളിവാണ്. ഓണക്കാലത്ത് നടക്കുന്ന വള്ളംകളി, പുലികളി, കൈകൊട്ടിക്കളി, തിരുവാതിര എന്നിവ കേരളത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തെയും ആഘോഷങ്ങളുടെ ആവേശത്തെയും പ്രകടിപ്പിക്കുന്നു. ഓണം ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരുമയുടെ പാട്ടും സ്നേഹത്തിന്റെ സന്ദേശവും കേരളീയരുടെ സംസ്കാരത്തിന്റെ പ്രതീകവുമാണ്. ഓണത്തിന്റെ ആഘോഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും ഐക്യവും പങ്കിടലുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളൊക്കെ മഹാബലിയുടെ കേരളം പോലെ ഒരുമയും സൗഹൃദവും നിറഞ്ഞൊരു സമൂഹം ഉണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Okay, very nice. Chino, ഹാപ്പി ഓണം. happy Onam to all. Next program എന്താണ്? അടുത്തത് ഒരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി ശരണ്യ സുധീർ ഞാൻ വെൽക്കം ചെയ്യുന്നു. Okay. ശരണ്യ, സ്റ്റാർട്ട് ചെയ്തോ. സുധ റെഡിയാണോ? സുധ ഓക്കെ റെഡിയാണ്. റെഡി സ്റ്റാർട്ട്. ശരണ്യ ഓക്കെ അല്ലേ? ഓക്കെ. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് തിരുവാതിര മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിൽ മാവേലിത്തമ്പ്രാന്റെ വരവായോ ചൊല്ല് തിരുവാതിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് തിരുവാതിര മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം പൂങ്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടലത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം വിളമ്പുന്ന രുചികളിൽ വിടരുന്ന എടുക്കാൻ പോന്നേ കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാതിര മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് മാവിൻ കൊമ്പിൽ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു മിസ്. വെരി ഗുഡ്, നൈസ്. ധന്യ സുധാ സൂപ്പർ.
ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ്? നോക്കാം. നോക്കാം, വെയിറ്റ്. അടുത്തൊരു സിംഗിൾ സോങ് ആണ്. സിംഗിൾ സോങ്ങിന് വേണ്ടി ഞാൻ അർച്ചനയെ വെൽക്കം ചെയ്യുന്നു. അർച്ചന. ചുവട്ടിലെ മണം സാർ വന്നുണ്ട്. നടക്കട്ടെ. താങ്ക് യു സാർ. സാർ ഹാപ്പി ഓണം. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. നിങ്ങളൊരു ആഘോഷം വെച്ചിട്ട് പങ്കെടുത്തില്ലാന്ന് പറയരുതല്ലോ. അത് കാരണം ഒന്ന് ഓടിപ്പിടങ്ങി വന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചതിൽ അതിന്റെ പിറകിലുള്ള ആശയത്തിന് ഈ ബാച്ചിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മലയാളികളുടെയും ഗൃഹാതുരമായിട്ടുള്ള സ്വകാര്യമായ ഒരു അഹങ്കാരമാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാ ജാതി മതഭേദങ്ങൾക്കപ്പുറം, എല്ലാ വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും അപ്പുറം മലയാളി എന്നുള്ള ഒറ്റ ബോധ്യത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹവും സൗഹാർദ്ദവും പാരസ്പര്യവും പങ്കുവെക്കുന്ന ഈ ആഘോഷത്തിന്റെ ഉത്സവത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏറെ ഉചിതമായി. ആ തീരുമാനത്തിനും ഏവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് സിറ്റി കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിലും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സാർ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു ഓൾ എവരിവൺ. താങ്ക് യു സാർ. ഓക്കെ അർച്ചന. ഓക്കെ, ആരാണ് നെക്സ്റ്റ് പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? അടിപൊളിയായിരുന്നു. പ്രോഗ്രാമിന് അതിനോട് ഡാൻസ് ഏതാ ഉള്ളത്? പാട്ട് നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. തിരുവാതിര ഉണ്ട് മിസ്. ഫ്യൂഷൻ ഡാൻസ് ഉണ്ട് മിസ്. കൈതപ്പൂ മിസ്. തിരുവാതിര കൈതപ്പൂ എന്നുള്ള സോങ്ങാണ്. തിരുവാതിരക്ക് റെഡിയാണോ? നിങ്ങൾ ഓരോരുത്തരും മൈക്ക് ഓഫ് ചെയ്താലും ശരിയാവുള്ളൂ കേട്ടോ. പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ. തിരുവാതിര അടുത്ത നെക്സ്റ്റ് തിരുവാതിരയാണോ മിസ്? യെസ്, നെക്സ്റ്റ് തിരുവാതിരയാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ആരൊക്കെയാണ്? ജയശ്രീ, ഹിന്ദുജ, രജിഷ, ശരണ്യ, അനുമോൾ, പിന്നെ ആരൊക്കെയാ? ഇത്രയുള്ള പ്രഫുല, റോസ്ലി, ഹസ്ന, ഷാരിമോൾ ഉണ്ടോ? ഐശ്വര്യ ഉണ്ട്. ഓക്കെ ഓക്കെ, യെസ് 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 യെസ്. അപ്പൊ എല്ലാവരും റെഡിയാവാ. പാട്ടിപ്പോ കേൾക്കോ കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. നമുക്കറിയാലോ എല്ലാവരെയും പിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വെയിറ്റ്. അവിടെ ഇരുന്നോ കേട്ടോ. എല്ലാവരും ക്യാമറയ്ക്ക് ഒത്തിരി ഒന്ന് അകന്ന് നിക്കണം കേട്ടോ, എന്നാലേ നിങ്ങളുടെ ഫേസ് കാണുള്ളൂ. ഫേസ് ക്ലിയർ ആവുന്നില്ല. ശരണ്യ കുറച്ച് ബാക്കോട്ട് നിക്കണേ. ആ ഓക്കെ. അനുമോളും. അനുമോളെ കുറച്ചൊന്ന് ബാക്കിലേക്ക് നിൽക്കണേടാ, ഫേസ് കിട്ടുന്നില്ല. കുറച്ചുകൂടി ഉണ്ടേ.
ഓക്കെ മിസ്. അടിപൊളി, സൂപ്പർ. താങ്ക് യു. സൂപ്പർ സൂപ്പർ, എല്ലാവരും അടിച്ചു. നല്ലപോലെ കളിച്ചു, എല്ലാവരും ഒപ്പം കളിച്ചു. താങ്ക് യു അടുത്ത ഓൾ, സിംഗിൾ താങ്ക് യു പെർഫോമൻസ്. ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. മാം അടുത്ത സിംഗിൾ പെർഫോമൻസ് വിളിക്കത്തില്ലേ? ഓക്കെ. ഓക്കെ, അടുത്ത സിംഗിൾ സോങ് അർച്ചന കേൾക്കാൻ. ആരാണ്? അർച്ചന. അർച്ചന. ചോട്ടിലെ മധുരമാ മനക്കുളിരും ആരോ നീട്ടി മഷിത്തണ്ടിൻ കുളിരുള്ള തളിർമയാണെന്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേച്ച് അതു കാണെ നോമ്പുകൾ കളിയാടുന്ന പാടത്തിൽ ബാല്യം. പകലിനെ സ്നേഹിച്ചു കൊതി തീരാനൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു. മുഖമുയർത്താതെ നിന്നു. പകലിനെ സ്നേഹിച്ചു കൊതി തീരാനൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു. അവൾ മുഖമുയർത്താതെ നിന്നു. ഒരു കാറ്റുകളോടെ അറിയാതെ അറിയാതെ പാട്ടുമൂളി അതിലലിയാത്ത വേലോർമ്മ എൻ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാം മനതാരി കുളിരുന്നെൻ ബാല്യം. മഷിത്തണ്ടിൻ കുളിരുള്ള തളിപൂർമയാല്യം. കളിവാക്കു കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു. അതിൽ സുഖമുള്ള നോമ്പും മറന്നു. നുണ പറഞ്ഞെപ്പോഴോ ഞാവൽപ്പഴം തിന്ന് തുടിയും നിലാവും മറഞ്ഞു. കാവിൽ കിളിങ്കിനാവും മയങ്ങി. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. ഇന്നു മറയാത്ത മഴയോർമയൻ ബാല്യം. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു അർച്ചന. നെക്സ്റ്റ് അടുത്തത് ഒരു സ്പീച്ച് ആണ്. വെൽക്കം ലുദിയ ഫോർ ദ സ്പീച്ച്. വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പ്രതീകമാണ് ഓണം. നമ്മുടെ മഹാബലി രാജാവിന്റെ സമയത്താണ് അത്. മഹാബലി രാജാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഓണത്തിൽ പറയുന്നത്. അതായത് മഹാബലി രാജാവിന്റെ കാലത്ത് എല്ലായിടത്തും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു. അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇന്നും ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് ഓണം എന്ന് പറയുന്നത് നമ്മളൊരു സന്തോഷം സമാധാനവും എല്ലായ്പ്പോഴും അതുപോലെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നത് ഓണസദ്യ, ഓണപ്പൂക്കളം, വള്ളംകളികള്, ഓണക്കളികള് എന്നിവയൊക്കെയാണ്. ഇതെല്ലാം ഓണത്തിന്റെ പ്രത്യേകതകളാണ്. ഓരോ ഓണം കഴിയുമ്പോഴും നമുക്ക് ഇനിയും പ്രതീക്ഷകളാണ് നൽകുന്നത്. അതായത് നമ്മൾ എപ്പോഴും സന്തോഷത്തിലും ഐക്യത്തിലും ഒരുപോലെ മുന്നോട്ട് പോകണമെന്നാണ് ഓരോ ഓണവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ലവ്യ, താങ്ക് യു. ഹാപ്പി ഓണം.
ഹാപ്പി ഓണം ലതിയ. ഓക്കെ അടുത്തൊരു ഓണം ലതിയ. ഒരു സിംഗിൾ ഡാൻസ് ആണ്, അതിനുവേണ്ടി ഞാൻ ബിന്ദുജയെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ബിന്ദുജ. ബിന്ദുജ ഉമേഷ് ആണോ? അതെ മാം, അതെ അതെ, ഒരു മിനിറ്റ്. Okay, Bindusha, very beautiful. Nice. Thank you, ma'am. Okay. Tarana. Super. Super. Thank you all. Okay. Next. Next karaoke songs ആരൊക്കെയാ കൊടുത്തിരിക്കുന്നത്? Karaoke song. കേൾക്കുന്നില്ലേ? ഷാരിമോൾ. പാട്ട് ഏതാണ്? മിസ് പാട്ട് നെയിമും പാട്ടും ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ വിജീഷിന്റെ. പാട്ട് ഏതാന്ന് പറയുന്നത് പ്ലേ ചെയ്യാനാണ്. തേനും വയം പാട്ട് മിസ്സേ. തേനും വയപ്പും. മിസ് ഫസ്റ്റ് കേരനിരകളാടുന്നൊരു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടോ? അനു ഉണ്ടോ? അനു അല്ലല്ലോ. ശ്രുതി കേറിയിട്ടുണ്ടോ? ശ്രുതി ഞാനുണ്ട് മിസ്. ശ്രുതി ഉണ്ട്. ഓക്കെ മിസ്. കേരനിരകളാടുന്നൊരു സോങ് കരോക്ക ഫസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യട്ടെ. Okay, ready, 1, 2, 3, start. ശ്രുതി റെഡി അല്ലേ? ഞാൻ പ്ലേ മതിയോ? ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ലേ പാട്ട്? ഇന്ന് തിരുവാതിരയുടെ രജിഷയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. തിരുവാതിരയുടെ ഇപ്പൊ കേൾക്കാമോ? നിങ്ങൾ അതൊന്നും മിണ്ടാതിരിക്കോ? ഒന്ന് കേൾക്കാൻ പറ്റുമോ നോക്കി. കേൾക്കാമോ? ഇല്ല മിസ്, ഞാൻ വെച്ചോളാം. ഇല്ല മിസ്, അനു തന്നെ ശ്രുതി തന്നെ വെച്ചോളൂ ഒന്ന്. ഓക്കെ, റെഡി. അച്ഛനൊന്നും കേൾക്കുന്നില്ല.
ഒരു ഹരിത ചാരു തീരം പുഴയൂരം കളമേളം കവിത പാടും തീരം കായലഴക് പുൽകും തണുവലിയും നീരൻ കാറ്റ് ഇളയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയനായി ഒരു വില നേരുന്നൊരു ഹരിത ചാരു തീര പുഴയൂർ കളമേളം കവിത പാടും തീരം. എന്നോട് കരിയും മണമോ പെണ്ണിനു വിയർപ്പേ മധുമണമോ ഞാറ്റോല പച്ച പൊന്നും പിള്ളി കൊലസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയ കുട്ടികൾ പകൽ നീലക്കിനാ കാണും മുട്ടിടും അനുരാഗത്തരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മൺ തുടിക്കും കുട്ടനടി നീരകളാടും ഒരു ഹരിത ചാരു തീര പുഴയൂര കളമേളം കവിത പാടും തീരം. പൊന്നാരൻ കതിരിടും സ്വർണ്ണമണി നിറമോ കണ്ണിനു കണിയാക്കും നിറ പറയോ നെൽക്കര നിറയണം മനസ്സുപോലെ ഉത്സവത്തൊടി താളക്കൊടിയേറ്റം മത്സരക്കളി വള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ ലാട്ടം പാടാ കുട്ടനത്തിനീണം നേരകളാടും ഒരു ഹരിത ചാരു തീര പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയും നീരൻ കാറ്റ് ഇളയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയനേരനായി ഒരു വിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം. താങ്ക് യു മാം. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. ഹാപ്പിയാണ്. അടുത്തത് ആരാണ്? നമുക്ക് അനുജയ്ക്ക് എന്തോ പ്രോബ്ലം നെറ്റ് ഇഷ്യൂ. അപ്പോ ഞാൻ പറയാട്ടോ. അടുത്തത് ഗ്രൂപ്പ് ഡാൻസ് ആണ് ജയശ്രീ ചേച്ചി ടീമിന്റെ. ഓക്കെ, പാട്ട് ഏതാണ്? നിങ്ങൾ പ്ലേ ചെയ്യോ? ഇതായിരിക്കും നല്ലത്. ഗ്രൂപ്പ് സോങ് കേട്ടോ. സോറി ഗ്രൂപ്പ് സോങ് പൂവേ പൊല്ലി പൂവേ കേട്ടോ. പേടിച്ചു പോയി. അത് കരോക്കെ ആണോ? വിത്ത് കരോക്കെ ആണോ? അല്ല മിസ്, അല്ല. ഓക്കെ, ഗോപി ചേച്ചി സ്റ്റാർട്ടിങ് നമ്മളുടെ കൊഞ്ചിങ്ങ പുലരി പാട്ട്. ഓക്കെ, വെരി ഗുഡ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ പുലി പൂവേ പുലി പൂവേ പുലരി പിറന്നു ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പെയ്ത
വന്നല്ലോ പൊന്നോണം, വന്നല്ലോ തിരുവോണം. ദഗ ദോ ദഗ ദോ ദഗ ദോ തക ദോ ദഗ ദോ ദഗ ദോ. മാറിയ മാനത്ത് മഴവില്ലിൻ ചന്ദ്രിക വന്നു, അരയാലിൻ കൊമ്പിലിരുന്ന് കുയിലമ്മ പാട്ടുകൾ പാടി. മഴ മാറിയ മാനത്ത് മഴവില്ലിൻ ചന്ദ്രിക വന്നു, അരയാലിൻ കൊമ്പിലിരുന്ന് കുയിലമ്മ പാട്ടുകൾ പാടി. കൈമാവിൻ കൊമ്പത്ത് കുഞ്ഞാറ്റകളൂഞ്ഞാലാടി, പൂവിളിയും പൂക്കളുമായി വന്നല്ലോ പൊന്നോണം, വന്നല്ലോ തിരുവോണം. പൊൻചിങ്ങപ്പുലരി പിറന്നു, ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പെയ്തു, നിറമിറയും മാനത്ത് നിറമറയും പൂക്കുലയും, കൈ നിറയെ പൂക്കളുമായി വന്നല്ലോ പൊന്നോണം, വന്നല്ലോ തിരുവോണം. തിരുവോണപ്പുലരിയിൽ ഇന്ന് മുറ്റത്തൊരു പൂക്കളമിട്ട്, ഇലനിറയെ സദ്യയൊരുക്കി, കൈകൊട്ടി പാട്ടുകൾ പാടി. തിരുവോണപ്പുലരിയിൽ ഇന്ന് മുറ്റത്തൊരു പൂക്കളമിട്ട്, ഇലനിറയെ സദ്യയൊരുക്കി, കൈകൊട്ടി പാട്ടുകൾ പാടി. താളത്തിൽ മേളത്തിൽ തിരുവാതിര ചുവടുകൾ വെച്ച്, പൂവിളിയും പൂക്കളുമായി വന്നല്ലോ പൊന്നോണം, വന്നല്ലോ തിരുവോണം. പൊൻചിങ്ങപ്പുലരി പിറന്നു, ചെഞ്ചിങ്ങിൽ പുഞ്ചിരി പെയ്തു, കളമെഴുതും നിറപറയും പൂക്കളയും, തൊടി നിറയെ പൂക്കളുമായി വന്നല്ലോ പൊന്നോണം, വന്നല്ലോ തിരുവോണം. താങ്ക് യു. വെരി നൈസ്. ഓക്കെ, അടുത്ത പ്രോഗ്രാം. അടുത്തത് നമ്മള് സിംഗിൾ ഡാൻസ് ആണ്. പ്രബുല്ല എവിടെ? പ്രബുല്ല കണ്ടു കിട്ടി. ഓക്കെ പ്രബുല റെഡിയാണോ? ഏത് പാട്ടാണ് പ്രബുല? ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ ഒരു പാട്ട് മിസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോന്ന് നോക്കട്ടോ. മൂന്ന് പാട്ടേ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. രജിസ്റ്റർ പ്ലേ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കില് അനുമോളെ മിസ്സേ, ഞാൻ വെക്കണതേ അതില് ഹോസ്റ്റലിൽ കേൾക്കുമെന്ന് സംശയം, അതുകൊണ്ടാണ്. മറ്റേ പ്രബുല്ലയുടെ സോങ് ചന്ദ്രനുദിക്കുന്ന ദിക്കില്ലേ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇത് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നിതീഷിന് അയച്ചിട്ടുണ്ടായിരുന്നു, അതിന്ന് ഫോർവേഡ് ചെയ്യാവേ. അനുമോൾക്ക് സെൻഡ് ചെയ്യട്ടെ, സെൻഡ് ചെയ്യുവാണ്. അതല്ല മിസ്, അതാണോ? അതന്നല്ലേ? അതന്നെ മിസ്. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടേ.
കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല പാട്ട്. പ്രബുല ഒരു മിനിറ്റ് നോക്കട്ടെ. ജയശ്രീ ചേച്ചി ഞാൻ ട്രൈ ചെയ്ത് നോക്കണോ? നോക്കിക്കോടാ, ആരുടെ കേക്കണേന്ന് അറിയില്ലല്ലോ. കേക്കണ്ടോ നോക്കണേ മിസ്. കേൾക്കാമോ? കേൾക്കാമോ? മിസ് ഇതും കേൾക്കുന്നില്ല അല്ലേ? കേൾക്കുന്നില്ലെന്നാണോ പറഞ്ഞത്? ഇവിടെ പ്ലേ ചെയ്തു ഞങ്ങള്, ആരും കേട്ടില്ല. ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ചെറുതായിട്ടാ. ഞാൻ വെക്കാം പാട്ട്. കേൾക്കുന്നുണ്ടോ പ്രബുല? ഇല്ല, കേൾക്കുന്നില്ല. അനുമോളുടെ അല്ലേ കേക്കുന്നേ? ഇവിടെയാണ് കേൾക്കുന്നത് കേട്ടോ. എവിടെയാണ് മിസ്? അനുമോളുടെ ആണോ എന്റെ ആണോ? ഇവിടെയാണ്. അവിടെയാണോ കേൾക്കുന്നത്? ഓക്കെ, റെഡി? സ്റ്റഡി ആണോ? കേൾക്കാമോ? കുറച്ച് ചെറുതായിട്ട്. ചെറുതായിട്ട് ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. ഓക്കെ, സൗണ്ട് ഞാനൊന്ന് കൂട്ടിയിടാം. പ്രബുല വേറെ മൊബൈൽ ഉണ്ടോ അവിടെ? വേറെ ഉണ്ടോ ഫോണ്? ഐശ്വര്യയുടെ കയ്യിലില്ലേ? ഐശ്വര്യ വെക്കാൻ പറ്റുമോ? കേൾക്കുന്നുണ്ട് അനുമോളെ. ഫസ്റ്റ് തൊട്ട് വെച്ചോ ഒന്നാള്. ഓക്കെ അല്ലേ പ്രബുല? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കൊണ്ടിന്നു തേരുത്ത മണിദീപങ്ങൾക്ക് വീണകി മറയുന്നു അമ്പട്ടുടുകി 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 അമ്പട്ടുടുകി. അടുത്ത ബേബിയുടെ ഒരു സോങ് ആണ് കേട്ടോ. മിസ് അടുത്തത് ബേബിയുടെ സോങ് ആണ്, കരോക്കെ വെക്കുന്ന സോങ് ആണ് കേട്ടോ. സോങ് ഏത് പാട്ടാണ്? തെന്നൽ വന്നതും. അത് ചേട്ടൻ അയച്ചിട്ടുണ്ട്. മെസ്സേജ് കിട്ടിയോ? മേബിയാന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട് മിസ്. നിങ്ങളെ നമ്മള് സിസ്റ്റത്തിലേക്ക് അയച്ചപ്പോ അത് വേറെ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണോ കേട്ടോ? ലാസ്റ്റ് ആണ് മിസ് അയച്ചേക്കണേ.
മേബിയുടെയും വേറെ ശരണ്യയുടെ. ഈ പാട്ട് ആരെങ്കിലാണോ? അമ്പലപ്പുഴ ഐശ്വര്യ പാടുന്നതാണോ മിസ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഐശ്വര്യക്ക്? ഇല്ല മിസ്, കേൾക്കുന്നില്ല. അതിപ്പോ ഐശ്വര്യ പാടുമോ? പാടുന്നതും നോക്കി വരുന്നില്ല. മിസ് ഐശ്വര്യ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐശ്വര്യയുടെ വെക്കാം. വെച്ചോളൂ. നോക്കി നോക്ക ഐശ്വര്യ. കേൾക്കണില്ല. വച്ചിട്ടില്ല, ഒരു മിനിറ്റ്. On the job site, it is on all their bills. കേൾക്കുന്നുണ്ടോ? പാട്ട് കേൾക്കുന്നില്ല. അനുമോളെ ആ സോങ് ഇട്ട് തരട്ടെ. അനുമോളെ തെന്നൽ വന്നതും ഒന്ന് പ്ലേ ചെയ്യോ? തെന്നൽ വന്നതും ഞാൻ അനുമോൾക്ക് സെൻഡ് ചെയ്യാട്ടോ. എല്ലാം സെൻഡ് ചെയ്തോളൂ. എത്ര പ്രോഗ്രാംസ് ഉണ്ടാവും? ഇടയിലായതുകൊണ്ടേ നമുക്ക് കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. അനുമോൾ ഓക്കെ ആണോ? കിട്ടിയിട്ടുണ്ടാവില്ല മിസ്, ഞാൻ അയക്കുന്നുള്ളൂ. നിതീഷിന്റെ ഫോർവേഡ് ചെയ്തേ. പ്രതീക്ഷിച്ചില്ല മിസ്, അതെല്ലാം ശരിയാവും വിചാരിച്ചോ. അല്ലെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് മിസ്. അല്ലെങ്കിൽ സ്മാർട്ട് സ്ക്രീനിൽ കിട്ടുവാണെങ്കിൽ അയച്ചിട്ടുണ്ട് മിസ്. അനുമോളിൽ അയച്ചിട്ടുണ്ട്. കിട്ടിയാനോ? 10 പരിപാടി ഉണ്ടാവും കേട്ടാ. 10 പ്രോഗ്രാമും കൂടി ഉണ്ടാവേ. അനു കിട്ടിയോ? കിട്ടി. സ്പീഡപ്പ് ചെയ്യാം മിസ്, സ്പീഡപ്പ് ചെയ്യാം. അനു സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടാ. റെഡി അല്ലേ? മേബിയാ സ്പീച്ച് ഉണ്ടെങ്കിൽ വിളിച്ചോളാവോ? സ്പീച്ച് സ്പീച്ച് ആരെങ്കിലും പറഞ്ഞിട്ട് മിസ് ഇടയ്ക്കിടയ്ക്ക് കേറ്റാന്ന് വിചാരിച്ചിട്ടായിരുന്നു ചില പ്രോഗ്രാംസ്. അശ്വതിയുണ്ടോ സ്പീച്ചിന്? അശ്വിതല്ലേ? അശ്വിത ഉണ്ട് മിസ്, ഉണ്ട്. ഓക്കെ അശ്വിത. Good afternoon all. Today I would like to speak a few words about Onam. As we all know, Onam is the most popular festival in Kerala. It is the harvest festival celebrated in Kerala during the month August to September. It falls in Kingdom, which is the first month of Malayalam calendar. Onam is the festival of flowers. It is celebrated with great joy and enthusiasm all over the state, regardless of caste, creed, or religion. It is a 10-day-long festival starting from Hattam and ends on Thiruvonam. Onam is celebrated in the memory of great ruler of Kerala, the King Mahabali comes to visit their houses on Onam. On this occasion, people wear new dresses and decorate their houses with flowers and make flower rangoli called Pookalam. Another important aspect of the festival is Onam Sadhya. And another important and prominent festivity is the snake boat race called Vallangali. Pulikali, Tiruvadirakali, Tundakali, and Kummatikali folks are the variety of cultural programs are the part of Onam. Onam is a symbol of Malayalam culture and tradition. It is the festival which unites all the Malayalis across the world. Now I would like to finish my speech with a few lines. Onam is the celebration of glorious past and inspiring past of King Mahabali, which was full of happiness and prosperity. It is a reminder that we have the power to create the same tomorrow with our efforts. Thank you, Miss. Thank you all. Happy Onam. താങ്ക് യു അശ്വിത. അടുത്തത് നമുക്ക് മേബിയുടെ സോങ്. അനുമോള് ഓക്കെ ആണോ? അനുമോള് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ.
ഇണയാതുരാവിന്റെ കൂട്ട് അറിയും കിളിപ്പെണ്ണു പാടേ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? എനിക്ക് ക്ലിയർ ആവണുണ്ടായില്ല. ഓക്കെ, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ആരാണ്? സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് സ്പീച്ച് ആണ് രശ്മി. സ്പീച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടല്ലേ? ഇനി ഗ്രൂപ്പ് സോങ് ഉണ്ട് മിസ്സേ, കവിത ആൻഡ് പാർട്ടി. ഗ്രൂപ്പ് സോങ് മതില്ല, സ്പീച്ച് കുറെ ആയി. സമയം പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് 1 മണിക്കൂറാണ് ബ്രീഫ് ചെയ്ത് പ്രോഗ്രാം സെറ്റ് ചെയ്യണമെന്ന് അല്ലേ? ഓക്കെ, ഗ്രൂപ്പ് സോങ് കൂടി മതി കേട്ടോ. ഡാൻസ് ഉണ്ട് മാം, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് നമ്മുടെ. ഫ്യൂഷൻ ഡാൻസ് ഉണ്ട് മിസ്സേ ലാസ്റ്റ്. ഫ്യൂഷൻ ഡാൻസ് മാത്രം മതിയില്ലായിരുന്നോ ഇനി ലാസ്റ്റ്? മാവേലി നാട് വാണിടും കാലം ഒരു സോങ് ഉണ്ട് മിസ്, ഓണത്തിന്റെ ആ സോങ്ങും ഒരു ഫ്യൂഷൻ ഡാൻസും കൂടി പ്ലീസ്. ഓക്കെ, സമയം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്. അതെ, സ്റ്റാർട്ടിങ് ആരായിരുന്നു? മാവേലി നാട് നികിത. ഞാനാ. റെഡി, സ്റ്റാർട്ട് അല്ലേ? മിസ് ഒരു മിനിറ്റ്, കവിത എവിടെ പോയി? കവിത ഉണ്ടോ? കവിതേനെ കണ്ടില്ല മിസ്. കവിത ഒരു ലൈൻ നേരത്തെ പാടേണ്ടതായിരുന്നു, അപ്പൊ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ, നിങ്ങളത് ആരാണ് പിന്നെന്ന് വെച്ചാൽ ആള് പാടിയാൽ മതി. ഓക്കെ മിസ്, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലതാനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല ബാരിൽ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലതാനും. കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, കള്ളവുമില്ല ചതിയുമില്ല, എന്നോണമില്ല ഒളിവചനം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലാതാനും.
നെക്സ്റ്റ് എന്താണ്? ഫ്യൂഷൻ ഡാൻസ് അല്ലേ? ഫ്യൂഷൻ ഡാൻസ്. ടീച്ചറിനോട് വിരോധമൊന്നും തോന്നുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലേ സമയം നിങ്ങളോട്. മിസ് അതുകൊണ്ടാണ് അത് കേട്ടോ. തുടങ്ങല്ലേ മിസ്? വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കുറെ പേര് നമ്മൾ അടിയിൽ നിന്ന് കട്ടായി പോകും. നമുക്ക് പാട്ട് ആരാ ട്രൈ ചെയ്തത്? ശരിയാണ് മിസ്, മോൾക്ക് പാടില്ല മിസ്. റിയൽ ആയിട്ട് ചെയ്തത് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. നീ പോണു, എവിടെ പോണോ? ഓക്കെ മിസ്. ഓക്കെ. സൗണ്ട് കേൾക്കുമോ മിസ്? പ്ലേ ചെയ്തോ. പ്ലേ ചെയ്യട്ടെ. മോള് ഓക്കെ, റെഡി? ഏത് പാട്ടാണ്? അതന്നെ മിസ്, അതന്നെ മിസ്. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യോ മിസ്? ഒന്നുകൂടി. ഞങ്ങള് ട്രൈ ചെയ്യുമായിരുന്നു, കാണുന്നുണ്ടോന്ന്. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താരേന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ തങ്കവർണ്ണ പുണ്യം നീയടിക്കും. ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന്. പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം അഴകായി ഉറങ്ങി ആണ്ടവരിറങ്ങി വന്നാൽ തീരാതോ ആരും ഊദ്രാതെ
ഹാപ്പി ഓണം. ഹാപ്പി ഓണം മിസ്. ഹാപ്പി ഓണം. താങ്ക് യു. ഒരു പാട്ട് പാടാവോ? വോട്ട് ഓഫ് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും സുന്ദരികളായിട്ടുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയേണ്ടി വരും. എല്ലാവരും സുന്ദരികളായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാവരെയും കാണാനായിട്ട്. മിസ്സിന്റെ ഡാൻസ് ഞങ്ങൾ കണ്ടു, പൊളിച്ചു മിസ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടല്ലോ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിന്ന ഓണാശംസകൾ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഫസ്റ്റ് തുടങ്ങി എൻഡിങ് ഒരു അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. സമയത്രയും പോയി. നമുക്ക് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് പാട്ട് പ്ലേ ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, കേട്ടില്ല. വോട്ട് ഓഫ് താങ്ക്സ് ഒരു പാട്ട് പാടാവോ? ഞാനോ? ഒരു പാട്ട് മിസ്. ഓണമായിട്ട് ഒരു പാട്ട് മിസ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം മിസ്. ഓക്കെ. ശ്രുതി ഓക്കെ ആണോ? വോട്ട് ഓഫ് താങ്ക്സിന് ശ്രുതി ഓക്കെ ആണോ? ഓക്കെയാണ്. കേൾക്കാമോ? ഏതെങ്കിലും പാട്ടായ പോലെ ഓണത്തെ പറ്റി? എന്റെ ജയശ്രീ ഓണം മൂവിയിൽ ഇറങ്ങിയിട്ടില്ല, അത് നോക്കി. എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും? ഹാപ്പിയായോ? ഹാപ്പിയാണോ എല്ലാവരും? അതെ, കുറെ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ നോക്കിയിരിക്കും. കളിക്കാനും പറ്റുള്ള ഇങ്ങനെയെങ്കിലും കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ ലുതിയുടെ ഒക്കെ ഫേസ് കാണണം. ലുതി കളിക്കണമെന്നുണ്ട്, കൈ വിട്ടണമെന്നുണ്ട്, എന്തൊക്കെയായിരുന്നു എല്ലാവരും. അത് ഓക്കെ. അതുകൊണ്ടാണ് ചാടാൻ പറ്റില്ല. അല്ലെങ്കിൽ സാരി അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതൊരു പഴയ പാട്ട് പാടാം. പാടിക്കോളൂ. നിന്നെ കാണാൻ വന്നു കാലം, നിന്നെ കാണാൻ വന്നു പൊന്നാട അലിയാട കാണിക്കയായി തന്നു രാമെല്ലാം കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കയായി തന്നു വളരെ നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി, സൂപ്പർ ആയിരുന്നു. സൂപ്പർ, നല്ല സ്വീറ്റ് വോയിസ്. ഓക്കെ, താങ്ക് യു. അപ്പോ വോട്ട് ഓഫ് താങ്ക്സ് ആരാണ്? ശ്രുതി. ഓക്കെ മാം. MD ജൂൺ 15 ബാച്ചിന്റെ ഓണാഘോഷ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വരും തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഓണം കാത്തു സൂക്ഷിക്കണം. ആദ്യമായി നന്ദി പറയുന്നത് ഇവിടെ നമ്മോടൊപ്പം ഒത്തുചേർന്ന ഏവർക്കുമാണ്. നിങ്ങളുടെ സഹകരണമാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമ്മെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ആതിര മാമിനും, അതേപോലെ തിരക്കുകൾക്കിടയിൽ നമ്മോടൊപ്പം ഒത്തുചേർന്ന് ഓണാശംസകൾ നേർന്ന ജയദേവ് സാറിനും സ്മാർട്ട് ശ്രീ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്കും MD ജൂൺ 15 ബാച്ചിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഏവർക്കും, ഇവിടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ച MD ജൂൺ 15 ബാച്ചിന്റെ മുന്നും താരങ്ങൾക്കും, എല്ലാ പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി. നന്ദി. ഒരു വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു അനുമോളെ. മിസ് യുവർ ഡാൻസ്. സാരമില്ല, അടുത്ത പ്രാവശ്യം പൊളിക്കാം. അനുവിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു മിസ്.
പിന്നെ ഐശ്വര്യയുടെ അമ്പലപ്പുഴ പാട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്പീച്ച് ഒക്കെ ഒഴിവാക്കിയിട്ട് അത് വെക്കാമായിരുന്നു. നിങ്ങളപ്പോ അതൊന്ന് പ്ലാൻ ചെയ്തെങ്കിൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എങ്ങനെയാ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. കുഴപ്പമില്ല. കുറെ പേര് വരുന്നില്ല മിസ്. അപ്പൊ സ്പീച്ച് ആയിട്ടെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു. പ്രോഗ്രാം ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഒക്കെ ഉണ്ട്, അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഹാപ്പി ഓണം പറഞ്ഞതാ. ഓക്കെ മിസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മിസ്.